എന്റെ അപ്പ തലകറിക്ക് താഴെ വീഴുമ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ സങ്കടം. പപ്പയെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമല്ല എനിക്ക് അവര്. ഞങ്ങൾക്ക് ആരും ഇല്ല, ബന്ധുക്കളോ അങ്ങനെ ആരും ഇല്ല. ഞങ്ങൾക്ക് മക്കളുടെ സങ്കടങ്ങൾ കാണാൻ വയ്യ എനിക്ക്. എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാര്യമുള്ളൂ. ഈശോ ഞങ്ങൾക്ക് പപ്പയെ ഇതൊക്കെ തിരിച്ചു തരണം. എങ്ങനെ ആയാലും മുന്നോട്ട് എങ്ങനെയാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അതിദാരുണമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തെ കണ്ടിട്ടില്ല. ചമ്പക്കുളം പുളിക്കത്തറ വീട്ടിലെ ഡേവിഡ് ഫ്രാൻസിസിന്റെയും ബിൻസിയുടെയും കുടുംബത്തെയാണ് നിങ്ങൾ കാണുക. ആൻമരിയ, 16 വയസ്സുള്ള ആൻമരിയ മുതൽ 1.25 വയസ്സുള്ള ദാനിയൽ വരെ, അങ്ങനെ 6 മക്കൾ അടങ്ങിയ ഒരു കുടുംബം. ഇരിക്കുന്ന ഡേവിഡ് ഫ്രാൻസിസ് ഹൃദയ സംബന്ധമായ രോഗത്താൽ വലയുകയാണ്. അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണം. ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കണം. ഈ കുടുംബത്തില് ജോലിയുള്ള ആരും തന്നെയില്ല. ഡേവിഡ് ഫ്രാൻസിസിന് നേരത്തെ ചെറിയ ചെറിയ ജോലികൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 വർഷമായി ഒന്നും ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബിൻസിക്ക് ജോലിക്ക് പോകുവാനുമായിട്ട് സാധിക്കുന്നില്ല. കാരണം ഡേവിഡ് ഫ്രാൻസിസിനെ നോക്കണം, ഈ കുഞ്ഞുങ്ങളെ നോക്കണം. ഡേവിഡ് ഫ്രാൻസിസിന് ഓപ്പറേഷൻ ഉടനെ നടത്തിയാലേ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 6 പൊന്നു മക്കൾ. അവർക്ക് അപ്പനില്ലാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ മക്കളെ ഓർത്ത് ഇവർക്ക് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സർജറിയും തുടർ ചികിത്സയ്ക്കുമാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തെ നിങ്ങൾ കൈവിടില്ല എന്നറിയാം. ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ 1 വർഷം 1.25 വർഷം മുന്നേ സർജറി പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെടുവാണ്. ഈ മക്കൾക്ക് ഒരു തുണയില്ലാതെ, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ, മറ്റു കാര്യങ്ങളൊന്നും എങ്ങനെയാകും എന്താകുമെന്നൊന്നും അറിയത്തില്ല. സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഡോക്ടർ പിന്നെയും പറയുന്നുണ്ട്. ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ട, ടാബ്ലറ്റ്സിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ 2 സെന്റാണ്. ഇതിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഈ 2 സെന്റിൽ ഒന്നുമില്ല. 2 കുഞ്ഞു മുറിയുള്ള വീട് മാത്രം. ഇത്രയും മക്കളും ഞങ്ങളും കൂടെ കിടക്കുന്നത് ഇതിനകത്താണ്. അവർക്ക് കിടക്കാനോ ഇരിക്കാനോ പഠിക്കാനോ എല്ലാം ഉള്ളത് ഈ കാണുന്ന ഈ റൂമാണ്. ഒന്ന് മാറ്റിക്കിടത്താനോ. മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 16 വയസ്സായി,